ഹായ് ഓൾ, I+ൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു യൂണിറ്റാണ് എത്തോളജി. സോ സിസ്റ്റമാറ്റിക്സ് എല്ലാവരും നോക്കിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. വായിച്ച് നോക്കണം എല്ലാവരും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നൊരു യൂണിറ്റാണ് എത്തോളജി. എത്തോളജി സിസ്റ്റമാറ്റിക്സ് പോലല്ല, കുറച്ചുകൂടെ സിമ്പിളാണ്. ജസ്റ്റ് കേട്ട് ഒരു എക്സാമ്പിളൊക്കെ വെച്ച് മനസ്സിലാക്കി പോകാവുന്ന കാര്യമുള്ളൂ. കുറച്ചുകൂടെ സിമ്പിളാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. സോ എത്തോളജി അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എത്തോളജി. ഓക്കെ, സോ എത്തോളജി എന്താണ്? എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജി അല്ലേ എത്തോളജി. എന്താണ് എത്തോളജി? സോ ദ വേർഡ് എത്തോളജി വെച്ച് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? എന്തിനെ പറ്റിയുള്ള സ്റ്റഡി ആയിരിക്കും? അനിമൽസിനെ പറ്റിയാണ്. അനിമൽസിൻ്റെ എന്ത് ക്യാരക്ടറിനെ പറ്റിയുള്ള സ്റ്റഡി ആയിരിക്കും? അവരുടെ ബിഹേവിയറിനെ പറ്റിയുള്ള സ്റ്റഡി ആയിരിക്കും അല്ലേ. സോ എത്തോളജി ഇസ് ദി സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ആനിമൽസ്. അപ്പോൾ എന്താണ് എത്തോളജി? ഇസ് ദി സ്റ്റഡി ഓഫ് ആനിമൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ബിഹേവിയർ ഓഫ് ആനിമൽസ് ഇസ് കോൾഡ് എത്തോളജി. അപ്പോൾ എത്തോളജി എന്ന വേർഡ് ഒരു ഗ്രീക്ക് വേർഡാണ്. എത്തോസ് വിച്ച് മീൻസ് ഹാബിറ്റ്. ഏതൊക്കെ വേർഡ്സാണ്? എത്തോസും ലോഗോസും. സോ എത്തോളജി എന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. രണ്ട് ഗ്രീക്ക് വേർഡ്സ് ചേർന്നതാണ് എത്തോസും ലോഗോസും. സോ എത്തോളജി എന്തായിരുന്നു? സ്റ്റഡി ഓഫ് അനിമൽ ബിഹേവിയർ. സോ വാട്ട് ഈസ് എത്തോളജി? ദ വേർഡ് എത്തോളജി ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഗ്രീക്ക് വേർഡ്സ്. ഏതൊക്കെയാണ് ഗ്രീക്ക് വേർഡ്സ്? എത്തോസും ലോഗോസും. സോ വാട്ട് ഈസ് എത്തോസ്? എന്താണ് എത്തോസ്? എത്തോസ് മീൻസ് ഹാബിറ്റ് ഓർ കസ്റ്റം. നമ്മൾ കാണിക്കുന്ന ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വലോ ഒരു ഗ്രൂപ്പോ കാണിക്കുന്ന ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റം, അതിനാണ് നമ്മൾ എത്തോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ലോഗോസ്? ലോഗോസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റഡി. അപ്പോൾ എന്തിൻ്റെ സ്റ്റഡിയാണ്? ഒരു ഗ്രൂപ്പോ ഒരു ഇൻഡിവിജ്വലോ കാണിക്കുന്ന ഹാബിറ്റ് അല്ലെങ്കിൽ കസ്റ്റം, അതിൻ്റെ സ്റ്റഡിയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എത്തോളജി എന്ന് വിളിക്കുന്നത്. സോ എത്തോളജി ഇസ് ദി സ്റ്റഡി ഓഫ് അനിമൽ ബിഹേവിയർ ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ്സ് എത്തോസ് ആൻഡ് ലോഗോസ്. എത്തോസ് എന്താണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്? എത്തോസ് മീൻസ് എ ഹാബിറ്റ് ഓർ എ കസ്റ്റം. ആര് കാണിക്കുന്നതാ? ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ കാണിക്കുന്ന. അതൊരു ഹ്യൂമൻ മാത്രമല്ല, ഒരു ഓർഗാനിസം ആകാം. സോ ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രൂപ്പോ ഇൻഡിവിജ്വലോ കാണിക്കുന്ന ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റം, അതിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എത്തോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ. എത്തോളജി എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? അനിമൽ ബിഹേവിയർ അണ്ടർ നാച്ചുറൽ കണ്ടീഷൻസ്. അപ്പം നേച്ചറിൽ എൻവയോൺമെൻറ്റിൽ അത് എങ്ങനെ സർവൈവ് ചെയ്യുന്നു, ആ സർവൈവ് ചെയ്യുന്നതിനിടയിൽ അത് കാണിക്കുന്ന ബിഹേവിയേഴ്സ്, അതിനെയാണ് നമ്മൾ എത്തോളജി എന്ന് പറയുന്നത്. സോ എത്തോളജി യൂഷ്വലി ഫോക്കസസ് ഓൺ ബിഹേവിയർ അണ്ടർ നാച്ചുറൽ കണ്ടീഷൻസ് ആൻഡ് വ്യൂവിങ് ബിഹേവിയർ ആസ് എവല്യൂഷണറിലി അഡാപ്റ്റീവ് ട്രീറ്റ്. അപ്പം എന്താണ്? നാച്ചുറൽ കണ്ടീഷൻസിൽ ആനിമൽസ് കാണിക്കുന്ന ബിഹേവിയറാണ് എത്തോളജി ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബിഹേവിയേഴ്സൊക്കെ എങ്ങനെയാണ്? ഇവല്യൂഷണറിലി അഡാപ്റ്റീവ് ട്രേറ്റ്സ് ആണ്. അത് എവല്യൂഷൻ സംഭവിച്ച് വരുന്ന വഴിയിൽ അത് അഡാപ്റ്റ് ചെയ്തെടുക്കുന്ന ട്രേറ്റുകളും ആകാം. സോ എത്തോളജി ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി എന്താണ്? നാച്ചുറൽ കണ്ടീഷൻസിൽ അനിമൽസ് കാണിക്കുന്ന ബിഹേവിയർ അല്ലെങ്കിൽ എവല്യൂഷണറിലി അത് അഡാപ്റ്റ് ചെയ്തെടുക്കുന്ന ട്രേറ്റുകൾ, ഇതിനെയൊക്കെയാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്? എത്തോളജി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എത്തോളജി ഈസ് എ ന്യൂ ബ്രാഞ്ച് ഓഫ് ബയോളജിക്കൽ സയൻസ്. അപ്പോൾ ന്യൂലി എമേർജ് ചെയ്ത്, ഇപ്പം ന്യൂ അല്ല, കുറച്ച് നാളായി എമേർജ് ചെയ്ത് വന്നൊരു ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത്? എത്തോളജി എന്ന് പറയുന്നത്. സോ നമ്മൾ ജനറലി പറഞ്ഞാണ് ഒരു ന്യൂ ബ്രാഞ്ച് ആണെന്ന് പറയുന്നത്. ബിഹേവിയർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ വേ ആൻ ആനിമൽ റെസ്പോൺസ് ടു സ്റ്റിമുലൈ ഇൻ ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. അപ്പം നമ്മൾ പറഞ്ഞു എത്തോളജി ബിഹേവിയറിൻ്റെ സ്റ്റഡിയാണെന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് ബിഹേവിയർ? എന്താണ് ബിഹേവിയർ എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഒരു ആനിമൽ അതിൻ്റെ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എൻവയോൺമെൻറ്റിൽ നിന്ന് അതിന് കിട്ടുന്ന സ്റ്റിമുലയോട് അത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതാണ് എന്തെന്ന് പറയുന്നത്? ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് ബിഹേവിയർ?
ഹൗ ആൻ ആനിമൽ റെസ്പോൺസ് ടു സ്റ്റിമുലൈ ഇൻ ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ഓക്കെ, എങ്ങനെയാണ് എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റിമുലയോട് ഒരു ഓർഗാനിസം റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്? ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. സോ ബിഹേവിയർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി വേ an animal responds to stimuli in its environment. സോ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലൈ, ആ സ്റ്റിമുലയോട് ഒരു പർട്ടിക്കുലർ ഓർഗാനിസം എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബിഹേവിയർ അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ആ സ്റ്റിമുലൈ, ഇപ്പം സ്റ്റിമുലൈ എന്ന് പറയുന്നത് ഒരു ഫുഡാകാം, അല്ലെങ്കിൽ അതൊരു ഹണി ബി ഡാൻസ് ആകും. അതൊരു കുറച്ചുകൂടെ കോംപ്ലക്സ് ബിഹേവിയർ ആണ്. സൈറ്റ് ഓഫ് എ ഫുഡ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ബിഹേവിയർ ആണ്. സ്മെൽ ഓഫ് ദി ഫുഡ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ബിഹേവിയർ ആണ്. സോ ഒരു ബിഹേവിയറിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ബാക്ടീരിയൽ സെല്ല് ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ എവിടെയാണോ കൂടുതൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. എ ബാക്ടീരിയൽ സെൽ മൂവിങ് ടുവേർഡ്സ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ബിഹേവിയർ. അപ്പം എന്താണ്? ഒരു ബാക്ടീരിയൽ സെല്ലുണ്ട്, ഒരു ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആയുള്ള റീജിയനുണ്ട്. നമ്മളിപ്പം അതിനെ ഒരു കൾച്ചർ പ്ലേറ്റിൽ ഗ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെയാണോ അതിന് ഷുഗർ കോൺസെൻട്രേഷൻ ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ എവിടെയാണോ ആ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, ആ ഏരിയയിലോട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബാക്ടീരിയൽ സെല്ല് മൂവ് ചെയ്ത് പോവും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അതൊരു സിമ്പിൾ ബിഹേവിയറിസത്തിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, അപ്പോൾ ഈ ബിഹേവിയറൊക്കെ എന്താണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? ഈ ബിഹേവിയറും നമ്മുടെ ലേണിംഗ് എബിലിറ്റീസും മെമ്മറീസും എല്ലാം എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഈ നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? നമുക്കൊരു സ്റ്റിമുലൈ കിട്ടി. ഇപ്പം നമ്മൾ ഹ്യൂമൻസിൻ്റെ കേസ് പറയാം. നമുക്ക് തിളച്ചിരിക്കുന്നൊരു പാത്രം, ഇപ്പോൾ ചായ ഇട്ടു, അപ്പോൾ ആ പാത്രം നല്ല തിളച്ചിരിക്കും അല്ലേ? നമ്മൾ അറിയാതെ കൊണ്ടുപോയി കൈ തട്ടി, നമുക്കൊരു സ്റ്റിമുലൈ കിട്ടി അല്ലേ? ഈ സ്റ്റിമുലൈ ആരെ പെർസീവ് ചെയ്യും? ആരാണ് പെർസീവ് ചെയ്യുന്നത്? ആര് റിസീവ് ചെയ്യുന്നുണ്ട്? നമ്മുടെ നെർവസ് സിസ്റ്റം നമ്മുടെ ന്യൂറോൺസ് റിസീവ് ചെയ്യും അല്ലേ? എന്നിട്ട് അതെന്ത് ചെയ്യും? ഓക്കെ, പ്രോസസ്സ് ചെയ്യും, ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യും. അത് ചൂടാണ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രോസസ്സ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് ചൂട് തട്ടിയപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ കൈ മാറ്റി. അപ്പോൾ അതെന്താ? ഒരു മോട്ടോർ മൂവ്മെൻ്റ് ആണെന്നത്. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം ആ ഒരു സ്റ്റിമുലൈനെ പെർസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മുടെ മോട്ടോർ സിസ്റ്റത്തിന്. നമ്മുടെ മോട്ടോർ മൂവ്മെൻറ്റുകളെ അത് പ്രവർത്തിപ്പിക്കുകയാണ്. അതുവഴി നമ്മൾ എന്ത് ചെയ്യുക? കൈ പിൻവലിച്ചു അല്ലേ? അപ്പോൾ അതൊരു മോട്ടോർ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. സോ ആ എൻവയോൺമെൻറ്റൽ സ്റ്റിമുലിക്കെതിരെ നമ്മുടെ നെർവസ് സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നു ബൈ ദ ആക്ഷൻ ഓഫ് മോട്ടോർ മൂവ്മെൻറ്റ്സ്. ഓക്കെ, സോ ദ നെർവസ് സിസ്റ്റം ഓഫ് ആൻ ആനിമൽ പെർസീവ്സ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സ്റ്റിമുലൈ. ഇപ്പോൾ കിട്ടിയ സ്റ്റിമുലൈയുടെ ഇൻഫർമേഷനെ എന്ത് ചെയ്യും? നെർവസ് സിസ്റ്റം പെർസീവ് ചെയ്യും, അതുവഴി അത് പ്രോസസ്സ് ചെയ്യും. ദെൻ ഇറ്റ് ജനറേറ്റ്സ് എ മോട്ടോർ റെസ്പോൺസ്. അപ്പോൾ നമ്മൾ ആ കൈ പിൻവലിച്ചു, അതൊരു മോട്ടോർ റെസ്പോൺസ് ആണ് അല്ലേ? നമ്മുടെ കാല് പോയി എവിടെയെങ്കിലും തട്ടി ഉടനെ നമ്മൾ കാലിങ് വലിച്ചെടുക്കുമല്ലോ, അല്ല അവിടെ കാൽ വെച്ചിരിക്കുകയാണോ? അല്ല, അതൊരു റെസ്പോൺസാണ്, ഒരു മോട്ടോർ റെസ്പോൺസ് ആണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മോട്ടോർ മൂവ്മെൻറ്റുകളെയാണ് നമ്മൾ മോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മളെന്നല്ല, ഒരു ഓർഗാനിസത്തിൻ്റെ വിച്ച് വി സി എസ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. അപ്പോൾ അതൊരു ബിഹേവിയറൽ പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമ്മളെന്താ പറഞ്ഞിട്ടിരുന്നത്? എത്തോളജി ആണല്ലേ? എന്തായിരുന്നു എത്തോളജി? എന്തായിരുന്നു? എത്തോളജി ഈസ് ദി സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ആൻ ഓർഗാനിസം. അതൊരു രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നായിരുന്നു, എത്തോസും ലോഗോസും. സോ വാട്ട് വാസ് എത്തോസ്? എത്തോസ് മീൻസ് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ, ഓർഗാനിസത്തിൻ്റെ ഒരു ഇൻഡിവിജ്വലോ ഒരു ഗ്രൂപ്പോ കാണിക്കുന്ന ഹാബിറ്റ് ഓർ കസ്റ്റം, അതിനെയാണ് നമ്മൾ എത്തോസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് വാസ് ലോഗോസ്. എന്താണ് ലോഗോസ്? ലോഗോസ് മീൻസ് സ്റ്റഡി. സോ എന്താണ് എത്തോളജി ആ വേർഡ് മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റഡി ഓഫ്. എന്തിൻ്റെ സ്റ്റഡി ആയിരുന്നു? ഒരു ഓർഗാനിസമോ ഒരു ഇൻഡിവിജ്വലോ കാണിക്കുന്ന ഹാബിറ്റിനെയാണ്, അതിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ എത്തോളജി എന്ന് വിളിക്കുന്നത്. സോ അതിനകത്ത് നമ്മൾ പറഞ്ഞ ബിഹേവിയർ എന്താണെന്ന് പറഞ്ഞായിരുന്നു? ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റിമുലൈക്കെതിരെ ഓർഗാനിസം റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഒരു ബാക്ടീരിയ സെല്ല് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഷുഗർ
ഹയർ ഷുഗർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നത് ഒരു സിമ്പിൾ ബിഹേവിയർ ആണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞു ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. ഇതിനെല്ലാം നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ ലേണിംഗ് എബിലിറ്റീനെയും നമ്മുടെ മെമ്മറിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. സോ മൂവ് ഓൺ ചെയ്ത് നമുക്ക് എത്തോളജിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ലേണിംഗ് ബിഹേവിയർ. സോ ലേണിംഗ് ബിഹേവിയർ എന്താണ്? ലേണിംഗ് നമ്മൾ പഠിച്ചെടുക്കുകയാണ് അല്ലേ? ലേണിംഗ് നമുക്ക് ഓൾറെഡി ഉള്ള സാധനമാണോ? പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. പക്ഷെ ലേൺ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കുകയാണ്. നമ്മൾ അക്വയർ എടുക്കുന്ന ഒരു എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. ഇൻ ദ കോഴ്സ് ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ എന്നും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ എക്സ്പീരിയൻസും നമുക്ക് ഓരോ ലേണിംഗ് ആണ് അല്ലേ? സോ വാട്ട് ഈസ് ലേണിംഗ് അല്ലെങ്കിൽ ലേണിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ അക്വയർഡ് ബിഹേവിയർ. എങ്ങനത്തെ ബിഹേവിയറാണ്? അക്വയർഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് വഴി, നമ്മുടെ പ്രാക്ടീസുകൾ വഴി, നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്ന ബിഹേവിയറിനെയാണ് നമ്മൾ ലേണിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ലേൺഡ് ബിഹേവിയർ ഡെവലപ്സ് ഡ്യൂറിങ് ആൻ ആനിമൽസ് ലൈഫ് ടൈം. ലൈഫ് ടൈം കൊണ്ടാണ് നമ്മൾ ഈ ലേണിംഗ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. ഇനി ലോറൻസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഹി ഡിഫൈൻഡ് ലേണിംഗ് ആസ് ആൻ അഡാപ്റ്റീവ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് റിസൾട്ട്സ് ഫ്രം എക്സ്പീരിയൻസ്. അപ്പോൾ അതൊരു അഡാപ്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചാണ്. നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെടുന്നതാണോ? അല്ല, നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ ആ ഒരു സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ആ എക്സ്പീരിയൻസിലൂടെ നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കുന്ന ബിഹേവിയർ അല്ലെങ്കിൽ ചേഞ്ചിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലേണിംഗ് എന്ന് വിളിക്കുന്നത്. സോ ലോറൻസ് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ലേണിംഗ് ഈസ് എൻ അഡാപ്റ്റീവ് ചേഞ്ച് ഇൻ ബിഹേവിയർ. ബിഹേവിയറിൽ വന്ന ഒരു അഡാപ്റ്റീവ് ചേഞ്ച് ബൈ എക്സ്പീരിയൻസ്. എങ്ങനെയാണ്? എക്സ്പീരിയൻസിലൂടെ വന്ന അഡാപ്റ്റീവ് ചേഞ്ച് ഇൻ ബിഹേവിയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലേണിംഗ് എന്ന് വിളിക്കുന്നത്. സോ ലോറൻസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ലോറൻസ് ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്തതാണ്. അങ്ങനെ എന്താണ് ഡിഫൈൻ ചെയ്തത്? ലേണിംഗ് ഈസ് ആൻ അഡാപ്റ്റീവ് ചേഞ്ച് ഇൻ ബിഹേവിയർ. എങ്ങനെ വന്നതാണ്? ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് മൂലം ബിഹേവിയറിൽ വന്ന അഡാപ്റ്റീവ് ചേഞ്ചിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ പ്രാക്ടീസിൻ്റെ ഫലമായി വരുന്ന ഒരു ചേഞ്ചിനാണ് നമ്മൾ ലേണിംഗ് എന്ന് വിളിക്കുന്നത്. സോ ലേണിംഗ് ഈസ് എൻ എക്സ്പീരിയൻസ്, ഈസ് എ റിസൾട്ട് ഓഫ് ആൻ എക്സ്പീരിയൻസ് ഓർ പ്രാക്ടീസ്. സോ ലേണിംഗ് ഈസ് ദി റിസൾട്ട് ഓഫ് ആൻ എക്സ്പീരിയൻസ് ഓർ പ്രാക്ടീസ്. ഇൻ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്സ് അനിമൽസ് ഹാവ് ദി. അപ്പം നോക്കിക്കേ, നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ജീവിക്കുന്ന എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആണ് അല്ലേ? അതിൻ്റെ ക്ലൈമറ്റിന് ചേഞ്ച് ആയിരിക്കും, അതിൻ്റെ എൻവയോൺമെൻറ്റിന് ചേഞ്ച് ആയിരിക്കും, അത് ജീവിക്കുന്ന ഹാബിറ്റാറ്റിന് ചേഞ്ചസ് വരാം അല്ലേ? അവിടെ ഉണ്ടാകുന്ന ഫുഡ് പ്രൊഡക്ട്സിന് ചേഞ്ചസ് വരാം, അതിൻ്റെ പ്രിഡേഷന് ചേഞ്ചസ് വരാം. സോ എപ്പോഴും കണ്ടിന്യൂസ്ലി കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് എൻവയോൺമെൻറ്റിലാണ് ഓർഗാനിസംസ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ അതിന് സർവൈവ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം? കോൺസ്റ്റൻ്റ്ലി അഡാപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് അത് ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഓർഗാനിസത്തിന് അങ്ങനെയുള്ള ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്സിൽ സർവൈവ് ചെയ്യാനും റിപ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. So in changing environments, animals that have the ability to learn a new behavior, പുതിയൊരു ബിഹേവിയർ പഠിക്കാൻ കഴിവുള്ള ഓർഗാനിസം ആണെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസംസ് ആയിരിക്കും അങ്ങനെയുള്ള ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്സിൽ മോർ ലൈക്ലി ടു ബി സർവൈവ്ഡ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്താ? ഫിറ്റസ്റ്റ് വിൽ സർവൈവ്. അപ്പം ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ളവർ മാത്രമേ സർവൈവ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഉള്ള ആ ചേഞ്ചുമായിട്ട് ആ ചേഞ്ചിനെ മനസ്സിലാക്കി അത് ലേൺ ചെയ്ത് അഡാപ്റ്റ് ചെയ്താൽ മാത്രമേ അങ്ങനെ കണ്ടീഷനിൽ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് അഡാപ്റ്റ് ചെയ്യും. സോ എസ്പെഷ്യലി ഫോർ ആനിമൽസ് വിത്ത് ലോങ് ലൈഫ് സ്പാൻസ്. അപ്പം അതിന് ലോങ് ലൈഫ് സ്പാൻസ് ഉള്ള ഓർഗാനിസംസ് ആണ് ഇങ്ങനെ കൂടുതലായിട്ടും ലേണിംഗ് ബിഹേവിയർ കാണിച്ച് അഡാപ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് വരുന്നത്. ഓക്കെ, In contrast to innate behavior pattern that depends on genetic makeup of the individual, learned behavior patterns depend on the animal environment and prior experience. അപ്പോൾ ഓക്കെ, ഇന്നേറ്റ് ആയിട്ടുള്ള ബിഹേവിയറുകളുണ്ട് അല്ലേ? ഇന്നേറ്റ് ബിഹേവിയറുകളൊക്കെ എപ്പോഴും എന്താ? നമ്മുടെ ജനറ്റിക് മേക്കപ്പ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മുടെ ജനറ്റിക് കണ്ടൻറ്റിൻ്റെ ഒരു
ആ ട്രേറ്റുകൾ കൊണ്ടാണ് നമുക്ക് ഇന്നേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെ ഉണ്ടാകുന്നത്. അതിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ലേൺഡ് ബിഹേവിയർ പാറ്റേൺ എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിലായിരിക്കണം? പ്രീവിയസ് എക്സ്പീരിയൻസുകളിൽ നിന്നും അതുപോലെ അനിമൽസിൻ്റെ എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നത്. സോ ഇന്നേറ്റ് ബിഹേവിയേഴ്സ് എപ്പോഴും ജനറ്റിക് മേക്കപ്പിലൂടെയാണ്, ജനറ്റിക് മേക്കപ്പിന് കാരണമാണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ലേണിംഗ് ബിഹേവിയർ എന്തുകൊണ്ടാണ്? ആ ഒരു അനിമലിൻ്റെ എൻവയോൺമെൻറ്റും അതിൻ്റെ പ്രയർ എക്സ്പീരിയൻസുകളും കൊണ്ടാണ് ലേണിംഗ് ബിഹേവിയേഴ്സ് ഉണ്ടാകുന്നത്. An animal's ability to learn is a function of the complexities of its nervous system. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അതിൻ്റെ ഒരു ഓർഗാനിസത്തിൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഓർഗാനിസം ലേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഒരു 5 ടൈപ്സ് ഉണ്ട്, നോക്കാം. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, നമ്മൾ മെയിൻലി 5 കാറ്റഗറീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. First one, non-associative learning. Second one, associative learning. Third one, latent learning. Fourth one, insight learning. And fifth one, imprinting. അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ് നോക്കുന്നത്. അതിൽ നമ്മൾ ലേണിങ്ങിനെ ഒരു 5 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ നോൺ അസോസിയേറ്റീവ് ലേണിംഗ്, സെക്കൻഡ് വൺ അസോസിയേറ്റീവ് ലേണിംഗ്, തേർഡ് വൺ ലേറ്റൻറ്റ് ലേണിംഗ്, ഫോർത്ത് വൺ ഇൻസൈറ്റ് ലേണിംഗ് ആൻഡ് ഫിഫ്ത്ത് വൺ ഇംപ്രിൻറ്റിങ്. ഓക്കെ, ഇപ്പോൾ 5 കാറ്റഗറീസ് ആണ്: നോൺ അസോസിയേറ്റീവ്, അസോസിയേറ്റീവ്, ലേറ്റൻറ്റ്, ഇൻസൈറ്റ് ആൻഡ് ഇംപ്രിൻറ്റിങ്. അതിൽ നോൺ അസോസിയേറ്റീവിനെ നമുക്ക് ഫർദറായിട്ട് 2 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഹാബിറ്റുവേഷൻ ആൻഡ് സെൻസിറ്റൈസേഷൻ. അസോസിയേറ്റീവ് ലേണിങ്ങിനെ കണ്ടീഷണൽ ക്ലാസിഫിക്കേഷനും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പാരൻ്റ് കണ്ടീഷനിങ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ അസോസിയേറ്റീവിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോൺ അസോസിയേറ്റീവ് ലേണിങ്ങിനെ ഹാബിറ്റുവേഷനും സെൻസിറ്റൈസേഷനുമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ടൈപ്സ് ഓഫ് ലേണിംഗ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ നോൺ അസോസിയേറ്റീവ് ലേണിംഗ്, അതിന് 2 ടൈപ്സ് ഉണ്ട്: ഹാബിറ്റുവേഷൻ ആൻഡ് സെൻസിറ്റൈസേഷൻ. സെക്കൻഡ് വൺ അസോസിയേറ്റീവ് ലേണിംഗ്, അതിന് 2 ഉണ്ട്: ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങും. തേർഡ് വൺ ലേറ്റൻറ്റ് ലേണിംഗ്. എന്താണ് ലേറ്റൻറ്റ് ലേണിംഗ്? ഫോർത്ത് വൺ ഇൻസൈറ്റ് ലേണിംഗ് ആൻഡ് ഫിഫ്ത്ത് വൺ ഹാബിറ്റുവേഷൻ. സോ ഫസ്റ്റ് നോൺ അസോസിയേറ്റീവ് ലേണിംഗ് നോക്കാം. സോ നോൺ അസോസിയേറ്റീവ് ലേണിംഗ്, സോ ആ വേർഡ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു അസോസിയേഷൻ ഇല്ല. എന്തിൻ്റെ അസോസിയേഷൻ ഇല്ല? ആ ലേണിങ്ങിന് ഒരു റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അസോസിയേഷൻ ഇല്ല. സോ വാട്ട് ഈസ് റീഇൻഫോഴ്സ്മെൻറ്റ്? അതൊരു റിവാർഡാകാം, ഒരു പണിഷ്മെൻ്റ് ആകാം. അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിക്ക്, നമ്മൾ കാണിക്കുന്ന ഒരു ബിഹേവിയറിന് നമുക്കൊരു റിവാർഡ് കിട്ടുകയാണ് അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് കിട്ടുകയാണ്. അതിനാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റുമായിട്ട് ഒരു അസോസിയേഷനും ഇല്ലാത്തൊരു കണ്ടീഷനാണ്, അങ്ങനെയുള്ള ലേണിംഗ് ബിഹേവിയറിനെയാണ് നമ്മൾ നോൺ അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ നോൺ അസോസിയേറ്റീവ് ലേണിംഗ് ഇസ് ദി മോഡ് ഓഫ് ലേണിംഗ് വിച്ച് ഡെവലപ്സ് ഇൻ ദി ആബ്സെൻസ് ഓഫ് അസോസിയേഷൻ വിത്ത് എനി റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ആ റീഇൻഫോഴ്സ്മെൻറ്റ് എന്താ? റിവാർഡും ആകാം, പണിഷ്മെൻറ്റും ആകാം. ഓക്കെ, അതിനെ നമുക്ക് 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഹാബിറ്റുവേഷൻ. എന്തൊക്കെയാണ്? ഹാബിറ്റുവേഷനും സെൻസിറ്റൈസേഷനും. അതിൽ തന്നെ നമുക്ക് ഹാബിറ്റുവേഷൻ നോക്കാം. വാട്ട് ഈസ് ഹാബിറ്റുവേഷൻ? ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ്, ഹാബിറ്റുവേഷനും സെൻസിറ്റൈസേഷനും സിംപ്ലസ്റ്റ് കൈൻഡ് ഓഫ് ലേണിംഗ് ആണ്. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന 2 ലേണിംഗ് ബിഹേവിയേഴ്സ് ആണ്. ഫസ്റ്റ് ഹാബിറ്റുവേഷൻ നോക്കിയാൽ, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടൊരു സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓർഗാനിസം ആ ഒരു റെസ്പോൺസ് കാണിക്കുന്നത് ഡിക്രീസ് ചെയ്യും. അതാണ് ഹാബിറ്റുവേഷൻ. ഓക്കെ, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സ്റ്റിമുലസ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം ആ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കുറഞ്ഞ് വരും, അവസാനം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അതിനാണ് നമ്മൾ ഹാബിറ്റുവേഷൻ എന്ന് പറയുന്നത്. So the phenomenon in which repeated application of the stimulus result in decreased responsiveness is called habituation. അപ്പം അതൊരു ഫെനോമിനൻ ആണ്. ആ ഫിനോമിനൽ എന്താണ് സംഭവിക്കുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു സ്റ്റിമുലസ് കൊടുത്താൽ
ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം എന്ത് ചെയ്യും, ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കാണിക്കുന്നത് അങ്ങ് കുറച്ചുകൾ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഹാബിച്വേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ ലേണിംഗ് ടു നോട്ട് ടു റെസ്പോണ്ട് ടു റിപ്പീറ്റഡ് സ്റ്റിമുലൈ. എന്താ ചെയ്യുന്നത്? റിപ്പീറ്റഡ് സ്റ്റിമുലൈയോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ലേണിംഗ് ബിഹേവിയർ ആണ് എന്ത്? ഹാബിച്വേഷൻ. വിച്ച് ടെൻ ടു ബി ഓഫ് നോ സിഗ്നിഫിക്കൻസ് ഇൻ ദ ലൈഫ് ഓഫ് ആൻ ആനിമൽ. അപ്പം ഒരു സ്റ്റിമുലൈ കൊടുത്തു, അത് ആദ്യം ഒന്ന് പ്രതികരിക്കും, വീണ്ടും അതിന് കൊടുത്തു, അത് ചെറുതായിട്ട് പ്രതികരിക്കും, വീണ്ടും കൊടുത്ത് അതിനൊരു ഉപയോഗം ഇല്ലെങ്കിൽ, അതിന് ആ ഒരു സിഗ്നൽ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ആവശ്യവും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അതിനൊരു ബെനിഫിറ്റും അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്തിട്ട് കാര്യമില്ലെങ്കിൽ അത് പിന്നെ അത് റെസ്പോണ്ട് ചെയ്യത്തില്ല. അതാണ് ഹാബിച്വേഷൻ. Habituation is not only involves the acquisition of new behavior but അല്ലെങ്കിൽ new responses but also the loss of old ones. അപ്പം പുതിയ റെസ്പോൺസസ് സ്വീകരിക്കുക മാത്രമല്ല പഴയ റെസ്പോൺസുകളൊക്കെ ഒഴിവാക്കുകയും കൂടെ ചെയ്യുന്നതാണ് ഹാബിച്വേഷൻ ചെയ്യുന്നത്. If an animal is given a stimulus which is not associated with any reward or punishment, it ceases to respond. അപ്പോൾ ഒരു പണിഷ്മെൻറ്റും ഇല്ല, ഒരു റിവാർഡും ഇല്ലാത്തൊരു സ്റ്റിമുലസ് കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മളാണെങ്കിൽ പ്രതികരിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ ഓർഗാനിസം ആയാലും അതിന് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ലാത്തൊരു സ്റ്റിമുലസിനോട് അല്ലെങ്കിൽ അതിന് ബെനിഫിറ്റും കിട്ടുന്നില്ല, പണിഷ്മെൻറ്റും കിട്ടാത്തൊരു റെസ്പോൺസിനോട് അല്ലെങ്കിൽ സ്റ്റിമുലസിനോട് അത് പ്രതികരിക്കത്തില്ല. അതാണ് ഹാബിച്വേഷൻ. സോ ഹാബിച്വേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ലേണിംഗ് വാട്ട് നോട്ട് ടു ഡു. അപ്പോൾ എന്ത് ചെയ്യരുത് എന്ന് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഡിഫൈൻഡ് ആസ് ലേണിംഗ് വാട്ട് നോട്ട് ടു ഡു, എന്ത് ചെയ്യരുത് എന്ന് പഠിക്കുന്ന ഒരു ബിഹേവിയറാണ് എന്തെന്ന് പറയുന്നത് ഹാബിച്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ അതിന് മുന്നേ ഇറ്റ് എനേബിൾസ് ആൻ ആനിമൽ ടു കോൺസെൻട്രേറ്റ് ഓൺ ഇമ്പോർട്ടൻറ്റ് സിഗ്നൽസ് ആൻഡ് ഇറലവൻ്റ് ആയിട്ടുള്ള സിഗ്നലുകൾ അവോയ്ഡ് ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നലുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹാബിച്വേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഹാബിച്വേഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ആനിമൽസിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസുകളെ അല്ലെങ്കിൽ സിഗ്നലുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഇറലവൻ്റ് ആയിട്ടുള്ള സിഗ്നലുകളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഇനി എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ റസ്ലിംഗ് ഓഫ് ലീവ്സ്. അപ്പം നമ്മൾ ഒരു ഇലകൾ ഇങ്ങനെ അനങ്ങുന്നു, അപ്പോൾ ആ ലീവ്സ് റെസ്ലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ ബേർഡ്സൊക്കെ അല്ലെങ്കിൽ ഓർഗാനിസംസ് അതിനോട് റെസ്പോണ്ട് ചെയ്യും. കാരണം എന്താ, ചിലപ്പോൾ വല്ല പ്രിഡേറ്റർ ആവാൻ ചാൻസ് ഉണ്ടല്ലേ. സോ അത് ആദ്യം ഒന്ന് റെസ്പോണ്ട് ചെയ്യും, പിന്നെ കണ്ടിന്യൂസ് ഇത് എന്ത് ചെയ്യുന്നു? റെസ്ൽ ചെയ്തുകൊണ്ടിരിക്കുക, സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ പ്രിഡേറ്ററിനെ ഒന്നും കാണുന്നില്ലെങ്കിൽ പിന്നെ വീണ്ടും ആ ഓർഗാനിസം അതിനോട് റെസ്പോണ്ട് ചെയ്യുമോ? ഇല്ല. ഇത് ചിലപ്പോൾ എന്താ, കാറ്റ് കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? റെസ്ലിങ്സ് സംഭവിക്കാം. സോ എക്സാമ്പിൾ നോക്കിയാൽ എന്താ, rustling leaves for instance are worth reacting to because they sometimes indicate the presence of predator. പ്രെഡേറ്ററിൻ്റെ പ്രസൻസിനെ കാണിക്കാൻ വേണ്ടി പ്രസൻസ് കാരണം ചിലപ്പോൾ എന്ത് പറ്റും? റെസ്ലിംഗ് കാണിക്കാം. പക്ഷേ റിപ്പീറ്റഡ് റെസ്ലിംഗ് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പീറ്റഡ് ആയിട്ട് റെസ്ലിംഗ് സംഭവിക്കുന്നുണ്ട്, പക്ഷെ അവിടെ പ്രെഡേറ്റർ ഒന്നും വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? റെസ്ലിംഗ് സംഭവിക്കുന്നത് വിൻഡ് കാരണമാണെങ്കിൽ പിന്നീട് ആ ഒരു ഓർഗാനിസം ഈ ഒരു സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുമോ? ഇല്ല. ഇൻ ദിസ് കേസ് ദി ആനിമൽ സീസസ് ടു റെസ്പോണ്ട് ടു ദി റെസ്ലിംഗ്. അപ്പോൾ ആ ഒരു ഓർഗാനിസം ആ പർട്ടിക്കുലർ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. മറ്റൊരു എക്സാമ്പിളാണ് നമ്മുടെ ബുഫോ എന്ന് പറയുന്നൊരു ഫ്രോഗ് സ്പീഷീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടേഡ്പോളിന് നമ്മൾ എന്ത് ചെയ്യും? നോൺ എഡിബിൾ ആയിട്ടുള്ള പ്രേ പ്രൊവൈഡ് ചെയ്യുകയെന്ന് വെച്ചോ. അപ്പോൾ ആദ്യം അത് കഴിച്ചെന്ന് വരും. കണ്ടിന്യൂസ് ആയിട്ട് അതേ പ്രേ നമ്മൾ നോൺ എഡിബിൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പം അതിനൊരു ഡിസ്റ്റേസ്റ്റ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും? അതിനെ ആ ഒരു പ്രേനെ അങ്ങ് അവോയ്ഡ് ചെയ്യും. അപ്പോൾ അതൊരു ഹാബിച്വേഷൻ റെസ്പോൺസാണ്. അതുപോലെ ഫിഷസ് ഒക്കെ ആണെങ്കിൽ മേളിൽ കൂടെ ഷാഡോ പോകുന്ന കണ്ട് അത് എസ്കേപ്പിസം കാണിക്കും, ഒളിച്ചിരിക്കും, പോയി അണ്ടർ വാട്ടറിൽ പോയി ഒളിച്ചിരിക്കും, കാരണം അതൊരു പ്രിഡേറ്റർ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്. പക്ഷെ കണ്ടിന്യൂസ്ലി ഒരു ഷാഡോ കണ്ട് അത് പിന്നെ അതുപോലെ ഒരു അറ്റാക്ക് ഒന്നും വരുന്നില്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് പിന്നെ പതുക്കെ ആ ഫിഷ് കാണിക്കാതെയാകും. സോ ഇതാണ് ഹാബിച്വേഷൻ്റെ 2 എക്സാമ്പിൾസ്. അപ്പോൾ ഹാബിച്വേഷൻ മനസ്സിലായല്ലോ. അതേപോലെ വരുന്നൊരു അടുത്തൊരു ലേണിംഗ് ബിഹേവിയറാണ് അല്ലെങ്കിൽ നോൺ അസോസിയേറ്റീവ് ലേണിംഗ് ആണ് സെൻസിറ്റൈസേഷൻ. ഇപ്പോൾ സെൻസിറ്റൈസേഷൻ ഹാബിച്വേഷൻ നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് സ്റ്റിമുലസ് കിട്ടുമ്പോൾ എന്ത് പറ്റും? ഓർഗാനിസം റെസ്പോണ്ട് ചെയ്യുന്നത് നിർത്തും. പക്ഷേ സെൻസിറ്റൈസേഷനകത്ത് ഓപ്പോസിറ്റ് കേസാണ്. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലസ് കിട്ടുമ്പോൾ അത് കൂടുതൽ റെസ്പോൺസ് കാണിക്കാൻ
തുടങ്ങും. അതാണ് സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ റിപ്പീറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സ്റ്റിമുലസ് റിസൾട്ട്സ് ഇൻ ദി പ്രോഗ്രസീവ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ദി റെസ്പോൺസ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റിമുലസ് കിട്ടുമ്പോൾ എന്ത് പറ്റും, ആ ഒരു ഓർഗാനിസം എന്ത് ചെയ്യും, കൂടുതൽ റെസ്പോൺസ് കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. സോ റിസൾട്ട്സ് ഇൻ ദി പ്രോഗ്രസീവ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ദി റെസ്പോൺസ്. അപ്പോൾ റെസ്പോൺസ് ആംപ്ലിഫൈ ചെയ്ത് കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അതിനെയാണ് സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഹാബിറ്റുവേഷൻ നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, റെസ്പോൺസ് സീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ സെൻസിറ്റൈസേഷനകത്ത് റെസ്പോൺസ് ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ക്ലിയർ ആയിരിക്കണം, അത് മൈൻഡിൽ നിന്ന് പോകരുത്. ഇറ്റ് ഈസ് ദി ഇൻക്രീസ് ഇൻ റെസ്പോൺസ് സ്ട്രെങ്ത് വിത്ത് റിപ്പീറ്റഡ് എക്സ്പോഷർ ടു എ പർട്ടിക്കുലർ സ്റ്റിമുലൈ. ഒരു പർട്ടിക്കുലർ സ്റ്റിമുലൈ കൊടുക്കുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ടൊരു സ്റ്റിമുലൈ കൊടുക്കുമ്പോൾ ആ ഒരു റെസ്പോൺസിൻ്റെ സ്ട്രെങ്ത്തിലുണ്ടാവുന്ന ഇൻക്രീസ്, അതാണ് എന്തെന്ന് പറയുന്നത്, സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് ആവാം, അതുപോലെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റിമുലസും ആകാം. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, process through which an organism gradually become more receptive to a stimuli leading to an increased reaction to that stimulus. അപ്പം കുറേ സ്റ്റിമുലസ് കഴിയുമ്പം പ്രോഗ്രസീവ്ലി ആ ഒരു സ്റ്റിമുലസിന് ആംപ്ലിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്തൊരു സ്റ്റിമുലസ് അത് കിട്ടുമ്പം കൂടുതൽ ആംപ്ലിഫൈഡ് റെസ്പോൺസ് ആയിരിക്കും കാണിക്കുന്നത്. മറ്റൊരു ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ കിട്ടുന്ന ഒരു സ്റ്റിമുലസിൻ്റെ റെസ്പോൺസ് കാണിക്കുമ്പം മറ്റൊരു സ്റ്റിമുലസിനോട് അത് കൂടുതൽ റെസ്പോൺസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സെൻസിറ്റൈസേഷൻ വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹൊറർ മൂവി കണ്ടു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹൊറർ മൂവി കണ്ട് പേടിച്ച് നമ്മൾ സെൻസിറ്റൈസ് ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ റൂമിലോട്ട് രാത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു നിഴൽ കണ്ടു. അപ്പോൾ നമ്മൾ വീണ്ടും പേടിക്കും. അപ്പം റെസ്പോൺസ് ഇരട്ടിയായി, ആംപ്ലിഫൈഡ് റെസ്പോൺസ് ആണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി സെൻസിറ്റൈസ്ഡ് ആയിരുന്നു. സോ ഒരു സ്റ്റിമുലസ് തന്നെ ഒരു സ്റ്റിമുലസിന് കാണിക്കുന്ന റെസ്പോൺസ് തന്നെ നമ്മൾ മറ്റൊരു സ്റ്റിമുലസിനെ കാണുമ്പോൾ ആംപ്ലിഫൈഡ് റെസ്പോൺസ് കാണിക്കാൻ വേണ്ടിയിട്ട് സെൻസിറ്റൈസേഷൻ വഴി സാധിക്കും. മറ്റൊരു എക്സാമ്പിളാണ് റാറ്റ്. നമ്മളൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് കാണിച്ചാൽ പ്രത്യേകിച്ച് അതിനൊരു സ്റ്റിമുലസും കാണിക്കുന്നില്ല. പക്ഷേ ഒരു ഇലക്ട്രിക് ലൈറ്റ് വെച്ച് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് നമ്മൾ അതിൻ്റെ ഫീറ്റിന് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ റാറ്റ് ജമ്പ് ചെയ്യും. സോ അതൊരു സെൻസിറ്റൈസേഷൻ റെസ്പോൺസ് ആണ് കാണിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, നോൺ അസോസിയേറ്റീവ് ലേണിംഗ് ആയിരുന്നു. അപ്പോൾ നോൺ അസോസിയേറ്റീവ് ലേണിംഗ് എന്താ നമ്മൾ പറഞ്ഞത്, അതെ, അതിനൊരു അസോസിയേഷനും ഇല്ല. എന്തുമായിട്ട്, ഒരു റീഇൻഫോഴ്സ്മെൻറ്റുമായിട്ട് അസോസിയേഷൻ ഇല്ലാത്ത ലേണിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ നോൺ അസോസിയേറ്റീവ് ലേണിങ്ങിൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് റിവാർഡോ പണിഷ്മെൻറ്റോ ആയിരിക്കും. അപ്പോൾ റിവാർഡോ ആയിട്ടോ പണിഷ്മെൻ്റ് ആയിട്ടോ ഒരു അസോസിയേഷനും ഇല്ലാതെ കാണിക്കുന്ന ലേണിംഗ് ബിഹേവിയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നോൺ അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അത് മെയിൻലി 2 ടൈപ്പാണുള്ളത്, ഹാബിറ്റുവേഷനും സെൻസിറ്റൈസേഷൻ. സോ ഹാബിറ്റുവേഷനകത്ത് എന്താണ് പറയുന്നത്, റിപ്പീറ്റഡ് ആയിട്ടൊരു സ്റ്റിമുലസ് കിട്ടുവാണെങ്കിൽ ആ സ്റ്റിമുലസിനോട് ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം കാണിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അറ്റ് ലാസ്റ്റ് അത് അങ്ങ് നിൽക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ഹാബിറ്റുവേഷൻ പറയുന്നത്. സോ ഹാബിറ്റുവേഷൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ടാഡ്പോളിന് നമ്മളൊരു നോൺ എഡിബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് കൊടുത്ത് ഒരു പ്രേ കൊടുത്തു. അപ്പോൾ അത് ആദ്യം കഴിക്കും. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അതേ ഫുഡ് തന്നെ കൊടുത്തുകൊണ്ടിരുന്നാൽ അത് ഹാബിറ്റുവേറ്റ് ആവും. ഇത് നോൺ എഡിബിൾ ആണെന്നതിന് മനസ്സിലാവും. അതൊരു ലേൺ ചെയ്തെടുക്കുന്നൊരു എബിലിറ്റിയാണ്. സോ അത് പിന്നെ അത് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഹാബിറ്റുവേഷൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സെൻസിറ്റൈസേഷൻ ആയിരുന്നു. സെൻസിറ്റൈസേഷൻ ഹാബിറ്റുവേഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. റിപ്പീറ്റഡ് സ്റ്റിമുലസ് കിട്ടുമ്പം സെൻസിറ്റൈസേഷൻ കൂടുതൽ അത് അതിൻ്റെ റെസ്പോൺസ് ആംപ്ലിഫൈ ചെയ്ത് കാണിക്കും. പക്ഷേ ഇൻ കേസ് ഓഫ് ഹാബിറ്റുവേഷൻ ആ റെസ്പോൺസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. പക്ഷേ സെൻസിറ്റൈസേഷൻ്റെ കേസിൽ അത് ആംപ്ലിഫൈഡ് റെസ്പോൺസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സെൻസിറ്റൈസേഷനും ഹാബിറ്റുവേഷനും രണ്ടും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ആണ് കാണിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.